ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ കൂടിയിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. 12 അപ്പോസ്തലന്മാരുടെ പേരുവിത്: ഒന്നാമൻ പത്രോസ് എന്ന പേരുള്ള ശിമിയോൻ, അവൻ്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ മകൻ യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പ്, ബർത്തലായി, തോമസ് ചുങ്കക്കാരൻ മത്തായി, അൽഫയുടെ മകൻ യാക്കോബ്, തദ്ദായി, ശിമോൻ, യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്തിഖരത, യൂദ. ഈ 12 പേരെയും യേശു അക്കരയ്ക്ക് പോകുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്തെന്നാൽ: മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നന്ദിയോടെ കടന്നു വരുന്നു. കർത്താവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറിപ്പോകട്ടെ. ആൻഡ് റസ ലാന്തോ നാശ ലേഖാബാന ഹെബോ റാസ നാദിലിയാത്തിയ. ഈ ദേശത്തിന്മേൽ വ്യാപരിക്കുന്ന വാഴ്ചയുടെ അധികാര ദുരാത്മ മണ്ഡലങ്ങളെ, വാനലോകത്തിൻ്റെ ദുരാത്മ ശത്രുവിൻ്റെ എല്ലാ കോട്ടകളെയും, സ്വർലോക ദുരാത്മ മണ്ഡലങ്ങളെ നസ്രനായ യേശുവിൻ നാമത്തിൽ അതിൻ്റെ മേൽ ചവിട്ടിമേൽ അതിൻ്റെ മേൽ ജയമെടുക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അൻപ് റേഷ ലാന്ത് റോഖ നാദി ഐ ലാസ ധോര ഹസ്തിയ. ഈ കാണുന്ന വ്യക്തിമണ്ഡലങ്ങൾ നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. പ്രാർത്ഥിക്കുവാൻ പ്രയാസപ്പെടുന്ന അനേക വിഷയങ്ങളുണ്ട്. പ്രാർത്ഥന വിഷയങ്ങൾ കാണുന്നവിടുന്ന എൻ്റെ വിഷയം കൊണ്ട് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. പല വിഷയത്തിൻ്റെ മേൽ അഭിമുഖീകരിക്കുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവേ, അതിൻ്റെ മേൽ ഇന്ന് വാതിലുകളെ തുറന്ന കൃപയ്ക്കായി നന്ദി പറയും. അൽ ലാബ സത്തോ രാജ നാഥ റേഖ. പ്രവചന ആത്മാവിൽ അടഞ്ഞ എല്ലാ മേഖലകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ തുറക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹറോ ദോലോ ഖമ നസെ ഹബുന ലാഞ്ച റീസ നാദിയ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, മാതാപിതാക്കളെ, അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരോട് അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. അപ്പോൾ ഒന്ന് യേശു വിളിച്ച തൻ്റെ ശിഷ്യന്മാരുടെ ക്വാളിറ്റി, അവർ യേശുവിൻ്റെ മുന്നിൽ അവർ സലണ്ടറായവർ. തൻ്റെ പാപങ്ങളെ പൂർണ്ണമായി, പാപജീവിതത്തെ ഏകദേശം പൂർണ്ണമായി അവർ ഉപേക്ഷിച്ച് യേശുവിൻ്റെ ശിഷ്യരായി പിൻപറ്റിയവരാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന തൻ്റെ ശിഷ്യന്മാർ. പൂർണ്ണമായി പാപങ്ങൾ മാറ്റിയോ എന്ന് ചോദിച്ചാൽ മാറ്റുവാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ കർത്താവിൻ്റെ വാക്കുകളെ, ദൈവവചനത്തെ അനുസരിക്കുവാൻ ഈ ശിഷ്യന്മാർക്കും പലർക്കും സാധിച്ചു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഒരു നല്ല ശിഷ്യനാകുവാൻ അവിടുത്തെ വചനത്തെ അനുസരിക്കുവാൻ, അവിടുത്തെ കൽപ്പനകളെ പാലിക്കുവാൻ സാധിക്കണം. ഒരുപക്ഷെ നമ്മൾക്ക് വിചാരിക്കും, നമ്മളെല്ലാ പാപത്തിൽ നിന്നും നമ്മൾ പെർഫെക്റ്റായിട്ട് മാത്രമേ, നമ്മൾ പൂർണ്ണരായി മാത്രമേ, നമുക്കൊരിക്കലും പൂർണ്ണരായിട്ട് ദൈവവചനമെടുത്ത് ഇറങ്ങുവാൻ സാധിക്കത്തില്ല. ലോകത്തിൻ്റെ കഷ്ടത വിട്ട് നമുക്ക് പലരും ചിന്തിക്കും, കഷ്ടതകൾ മാറിയിട്ട് ഈ ദൈവഘോഷ
സംപ്രേഷണം ചെയ്തുകൂടായോ? നിൻ്റെ പ്രയാസങ്ങൾ, നിരാശകൾ, കണ്ണീരുകൾ ഇത് തീർന്നതിന് ശേഷം ഇത് ചെയ്തുകൂടായോ എന്ന് പലരും നമ്മളോട് ചോദിക്കുന്ന അനുഭവമുണ്ട്. ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേദപുസ്തകം പ്രസംഗിക്കുന്നുവെങ്കിലും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ബലഹീനതകൾ, പാപങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. എന്നാൽ നമ്മെ നടത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ നിന്ന് നമ്മളെ സകല സത്യത്തിൽ വഴി നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, യേശു തൻ്റെ ശിഷ്യന്മാരെ അയച്ചുവെങ്കിലും അവരോട് പറഞ്ഞു, ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശരമയുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ കടന്നു പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെയും അശുദ്ധാത്മാഭൂതങ്ങളെയും പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവ് ഇവരെ ഈ അധികാരം കിട്ടുവാൻ കാരണം അവർ ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും കർത്താവിനെ ഒരു രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുവാനും ഇടവന്നു. 2, അവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർ ജലത്തിൽ മുങ്ങി സ്നാനപ്പെടുവാൻ ഇടവന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ അധികാരമുള്ളവരായി മാറുവാൻ സാധിക്കണമെങ്കിൽ 1, ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നവരായി, 2, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവരായി, 3, ദൈവവചനത്തെ പാലിക്കുന്നവരായി, 4, ദൈവത്തിൻ്റെ വാക്കുകളെ കേട്ട് ജീവിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിച്ചാൽ നിശ്ചയമായി അവൻ്റെ ഒരു നല്ല ശിഷ്യനാകുവാൻ നിശ്ചയമായി നമുക്ക് മാറുവാൻ സാധിക്കും. ഈ 12 പേരെയും യേശു അക്കരയ്ക്ക് പോകുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്നാൽ ജാതികളുടെ അടുക്കൽ പോകരുത്, ശരമയുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ ചെല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെയും അശുദ്ധമുള്ള ഭൂതങ്ങളെയും പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിൻ. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്കും പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ എന്ന് ഏതു പട്ടണത്തിലും ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആരെന്ന് അന്വേഷിപ്പിൻ. പുറപ്പെട്ടു പോവുവോളം അവിടെ തന്നെ പാർപ്പിൻ. അപ്പോൾ കർത്താവിൻ്റെ കാലഘട്ടത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അടുത്ത ഗ്രാമത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ആരാണ് യോഗ്യൻ, ആരാണ് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവൻ, അവന് ഇഷ്ടമാണെങ്കിൽ, അവന് താല്പര്യമാണെങ്കിൽ നീ അവൻ്റെ ഭവനത്തിൽ താമസിക്കുക. അവൻ പോകുന്ന സമയം വരെ അവൻ നിന്നെ എത്ര നാൾ അവിടെ സൽക്കരിക്കുവാൻ സാധിക്കുന്നുവോ അത്ര നാൾ നീ അവിടെ തന്നെ കഴിഞ്ഞുകൊള്ളുക എന്ന് കർത്താവിൻ്റെ വാക്കാണ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഏതു പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യർ ആരെന്ന് അന്വേഷിപ്പിൻ. പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പിൻ. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറയുവിൻ. വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനം അതിന്മേൽ വാഴട്ടെ. യോഗ്യതയില്ലെന്ന് വരികിലോ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങി വരട്ടെ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും
നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെ എന്നാൽ അവിടെ വിട്ടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തള്ളിക്കളയുവിൻ. ന്യായ ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോം അവരുടെയും ദേശത്തിന് സഹിക്കാതാവും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആ ഗ്രാമത്തിലേക്ക് കടന്നു പോകണം. അത് നിങ്ങൾ കടന്നു പോകുമ്പോൾ അവരോട് വന്ദനം പറയുന്നവരായി, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് പറയുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. അതിന് വന്ദനം പറയുവിൻ. വീട്ടിന് യോഗ്യമായതെങ്കിലോ നിങ്ങൾക്ക് സമാധാനം എൻ്റെ മേൽ വരട്ടെ. യോഗ്യതയില്ല എന്ന് പറയുകയുള്ളൂ, സമാധാനം നിങ്ങൾക്ക് മടങ്ങി വരട്ടെ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീട് പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ന്യായ ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോമരുടെയും ഗൊമോരയുടെയും ദേശത്തിനു സഹിക്കാതാകും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ കടന്നു പോയാൽ, ഒരു ഗ്രാമത്തിൽ കടന്നു പോയാൽ, അവിടെ ആരെങ്കിലും നിങ്ങളെ ചേർത്ത് കൊണ്ടാൽ അവിടെ നിങ്ങൾ തങ്ങി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, കർത്താവിൻ്റെ വാക്കനുസരിച്ച് നടക്കുവാൻ, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ സാധിച്ചാൽ നിനക്ക് അവൻ്റെ നല്ല ഒരു ശിഷ്യനാകുവാൻ സാധിക്കും. ഒരു നല്ല ശിഷ്യൻ്റെ ക്വാളിറ്റി അവൻ്റെ വചനത്തെ, അവൻ്റെ വാക്കുകളെ, അവൻ്റെ വഴികളെ, അവൻ്റെ മാർഗത്തിലൂടെ നടക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ ആദരിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരെ നിന്നിൽ ശ്രേഷ്ഠരാണെന്ന് കാണുവാൻ സാധിക്കണം. നല്ല ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ഗ്രാമത്തിൽ കടന്നു പോയാൽ ഒരുപക്ഷെ ആരെങ്കിലും കൈക്കൊണ്ടില്ലെങ്കിൽ അതെ, നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോയി നിങ്ങളുടെ കാലിലുള്ള ആ ചെരുപ്പിലുള്ള പൊടി തട്ടിക്കളഞ്ഞ് അവിടെ നിന്ന് പോകുവാൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നല്ല ഒരു ശിഷ്യനാകണമെങ്കിൽ നീ ആദ്യമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവനായി മാറണം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടൊപ്പം സകലതും നൽകപ്പെടും. മുമ്പേ കർത്താവിൻ്റെ വചനത്തെ, അവിടുത്തെ വാക്കുകളെ അനുസരിച്ച് നിൻ്റെ ജീവിതത്തിൽ മൂവ് ചെയ്താൽ ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ കടന്നു വരാം. എന്നാൽ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. എന്നാൽ അവയിലെല്ലാം നിന്നും നിന്നെ വിടുവിക്കുന്ന ഒരു നല്ല കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ പ്രിയ സഹോദരന്മാരെ, അഭിഷക്തനായിക്കൊള്ളട്ടെ, ഭക്തനായിക്കൊള്ളട്ടെ, വിശ്വാസി ആയിക്കൊള്ളട്ടെ, ഒരു അഭിഷേകം പ്രാപിച്ച വ്യക്തി ജീവിതമായിക്കൊള്ളട്ടെ, നിൻ്റെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞത് അനർത്ഥം വരുത്തില്ലെന്നല്ല. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായം 31 പറയുന്നത്, ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇന്ന് കർത്താവിൻ്റെ ശിഷ്യരായിരിക്കുന്ന ഈ കാണുന്ന വ്യക്തി ജീവിതമേ, എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, കണ്ണുനീരുണ്ട്, എന്നാൽ നീ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നവനാണ്, ഞാൻ ലോകത്തെ ജയിച്ചവനാണെന്നുള്ള ആ കർത്താവിൻ്റെ വാക്ക് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, ലോകക്കാർ പറയും കഷ്ടതയില്ല, പ്രയാസമില്ലെന്ന്, എന്നാൽ പ്രപഞ്ചത്തെ മുഴുവനും ഉളവാക്കിയവനായ ദൈവം, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം വിളിച്ചു പറയുകയാണ്, എന്നിൽ നിങ്ങൾക്ക് സമാധാനമായിരിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് സമാധാനം, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കഷ്ടതകൾ, പ്രയാസങ്ങൾ, കണ്ണുനീരുകളെല്ലാം ഉണ്ട്. എന്നാൽ നമുക്ക് സമാധാനം നൽകുന്ന ദൈവം, നമുക്ക് ജയം നൽകുന്ന ദൈവം, മരണത്തെയും പാതാളത്തെയും ശത്രുവിൻ്റെ എല്ലാ ആയുധവർഗത്തെയും അടിയറ വെച്ചുകൊണ്ട് നമുക്ക് ജയം നൽകിയ ഒരു ദൈവമുണ്ട്. ആ കർത്താവ് നിങ്ങളോട് പറയുകയാണ്, എന്നിൽ നിങ്ങൾക്ക് സമാധാനം
സമാധാനമുണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ കർത്താവിൻ്റെ ഒരു നല്ല ശിഷ്യനാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ, കണ്ണുനീരെല്ലാം ആഞ്ഞടിക്കും. എന്നാൽ നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ തകർന്നു പോകുവാൻ, നീ ഇല്ലാതാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കും. നിന്നെ ഇല്ലാതാക്കുവാൻ ശത്രു പറയുമ്പോൾ, ശത്രുക്കൾ ചിരിക്കുമ്പോൾ നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കും. നിന്നെ ഉയർത്തുന്ന ദൈവമാണ് അവൻ, നിന്നെ പണിയുന്ന ദൈവമാണ് അവൻ, നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്. നിന്നെ തകരുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും നീ തളർന്നിടല്ലേ, ഞാനെന്നും നിൻ്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. ഞാനെന്നും നിൻ്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും നീ തളർന്നിടല്ലേ, ഞാനെന്നും നിൻ്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. ഞാനെന്നും നിൻ്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൽ, ഗുരുവിനെ ഫോളോ ചെയ്യുന്ന ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ കടന്നു വന്നാലും അവന് ജയം നൽകുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു നല്ല ശിഷ്യൻ്റെ ക്വാളിറ്റി ഏതാണ്? അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ യാത്രമധ്യയിൽ കഷ്ടതകൾ, പ്രയാസങ്ങളുണ്ട്. എന്നാൽ അവൻ ഫോളോ ചെയ്യുന്ന അവൻ്റെ ഗുരു, സാക്ഷാൽ ഗുരുവായ യേശുക്രിസ്തു, അവനിൽ വിശ്വസിച്ചാൽ നിത്യജീവനെ നേടുവാൻ സാധിക്കുമെന്നുള്ള ആ ഓരോ ശിഷ്യൻ്റെയും ഉത്തമമായ ബോധത്തിലാണ്, ഉത്തമമായ ആ ചിന്തയിലാണ് ആ ഓരോ ശിഷ്യന്മാരും യേശുക്രിസ്തുവായ ഗുരുവിനെ ഫോളോ ചെയ്യുന്നത്. ആ ഗുരുവിൻ്റെ വാക്കുകളെ കേട്ട് നമ്മൾ യാത്ര ചെയ്താൽ നിശ്ചയമായി ഈ പടക് അതേ നിത്യതയിൽ നമുക്ക് ചേർന്നെടുക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സാക്ഷാൽ ഗുരുവായ ആ ക്രിസ്തുവിൻ്റെ ശബ്ദത്തെ നമ്മൾ അനുസരിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിച്ചാൽ നല്ല ഒരു ശിഷ്യനായി നമുക്ക് മാറുവാൻ സാധിക്കും. അതേ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 28-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ. യേശു അടുക്കൽ ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് അരുൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ഗുരുവിൻ്റെ ക്വാളിറ്റി ഇതാണ്. ഞാൻ ലോക അവസാനത്തോളം നിൻ്റെ കൂടെ ഞാൻ ഉണ്ട്. ഞാൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, ഞാൻ നിന്നെ മറക്കുന്ന ദൈവമല്ല, ഞാൻ നിന്നെ വഴിയിൽ കളഞ്ഞു പോകുന്ന ദൈവമല്ല. ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു നല്ല സ്നേഹിതനായ, ഒരു നല്ല പ്രതിതുല്യനായ ഒരു നല്ല ഗുരുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ ആ ക്രിസ്തുവാകുന്ന
ക്രിസ്തുവാകുന്ന ഗുരുവിൻ്റെ വാക്കിനെ, ആ ക്രിസ്തുവാകുന്ന ഗുരുവിൻ്റെ വാക്കുകളെ കേട്ട് നമ്മൾ യാത്ര ചെയ്താൽ നിശ്ചയമായി നമുക്ക് ജയം പകരുന്ന, നമുക്ക് വിജയം പകരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല വിധ ദിനവും വ്യാധിയും പൊറിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ കർത്താവിൻ്റെ നല്ല ഒരു ശിഷ്യനാകണമെങ്കിൽ 1, നിൻ്റെ ജീവിതത്തിൽ അവിടുത്തെ വാക്കുകളെ അനുസരിക്കണം. 2, നിൻ്റെ ജീവിതത്തിൽ വിശ്വാസമുള്ളതായിരിക്കണം. 3, അവൻ്റെ വാക്കുകളെ കേട്ട് യാത്ര ചെയ്യുവാൻ തീരുമാനമെടുക്കണം. 4, അവൻ്റെ വാക്കുകളെ അനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചാൽ നീ ഒരു നല്ല ശിഷ്യനായി മാറുവാൻ സാധിക്കും. ഈ വചനമുഖാന്തരം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, ഈ കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു. അടഞ്ഞ വാതിലുകൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. God bless you.